നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റി തുടങ്ങി. ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന് ആശങ്ക. കാറിൽ കഞ്ചാവ് കടത്താൻ ശ്രമം. ഉന്നത സംഘം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിൽ. 13.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ശക്തമായ മഴയും കാറ്റും. പത്തനാപുരത്ത് മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടം. ഗൃഹനാഥന് പരിക്കേറ്റു. കാറ്റിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തകർച്ച. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ACP ഷീറ്റ് വർക്കുകൾ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് ഷീറ്റ് വർക്കുകൾ തകർന്നു വീണത്. വിശദമായ വാർത്തകളിലേക്ക്. ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റി തുടങ്ങി. ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. കേരള തീരത്ത് കടലിൽ മുങ്ങിയ MSC എൽസ3 ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ തീരത്തു നിന്നും നീക്കി തുടങ്ങി. കൊല്ലം ജില്ലയിൽ അടിഞ്ഞ 34 കണ്ടെയ്നറുകളും ചൊവ്വാഴ്ച രാവിലെ മുതലാണ് നീക്കാൻ ആരംഭിച്ചത്. കൊല്ലം തീരത്തെത്തിയ 3 കണ്ടെയ്നറുകൾ പരസ്പരം ബന്ധിച്ച നിലയിലായിരുന്നു. ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകളും കൂട്ടത്തിലുണ്ട്. കപ്പലിലെ ജീവൻ രക്ഷാ ബോട്ടിൽ ഒരെണ്ണവും ശക്തികുളങ്ങരയിൽ അടിഞ്ഞു. മൺസൂണിന്റെ സമുദ്രജല പ്രവാഹം തെക്കോട്ടായതിനാലാണ് കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരങ്ങളിലേക്ക് എത്തിയത്. ആകെ 643 കണ്ടെയ്നറുകൾ ഉള്ളതിൽ 13 എണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കൾ ഉള്ളത്. ഇവ കടലിൽ പരന്നിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ മെയ് 28 വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകളിൽ ഗ്രീൻ ടീയും ന്യൂസ് പ്രിന്ററുകളും തുണി ഉൾപ്പെടെയുള്ള വസ്തുക്കളുമാണ് ഉണ്ടായിരുന്നത്. ശക്തികുളങ്ങര സെന്റ് ജോൺ ഡിബ്രിട്ടോ ദേവാലയത്തിന്റെ പിന്നിലെ തീരത്തടിഞ്ഞ ചുവപ്പ് നിറമുള്ള കണ്ടെയ്നറിൽ തേയില പാക്കറ്റുകളായിരുന്നു. വളവിൽത്തോപ്പ് പള്ളിക്ക് സമീപത്തെ ബീച്ചിലെത്തിയ കണ്ടെയ്നറുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തുവന്ന തെർമോകോൾ ശക്തികുളങ്ങര തീരത്ത് വൻതോതിൽ അടിഞ്ഞിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കൊല്ലം തീരത്തൊഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മത്സ്യബന്ധന യാനം കൊണ്ട് കെട്ടിവലിച്ചാണ് പോർട്ടിലേക്ക് എത്തിക്കുന്നത്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന വലിയ ക്രെയിനുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് യാനങ്ങൾ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കൊല്ലം തീരത്തേക്ക് അടുപ്പിക്കുന്നത്. തുടർന്ന് എക്സൈസ് ഇത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം തുറമുഖത്തെത്തിക്കുന്നത് വാട്ടർ ലൈൻ എന്ന കമ്പനി. കടലിൽ മുങ്ങിയ കപ്പലിന്റെ ഉടമകളായ MSC കമ്പനി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി വാട്ടർ ലൈൻ എന്ന കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടെയ്നറുകളും വന്നടിഞ്ഞത്. കൊല്ലം തുറമുഖത്തെത്തിച്ച കണ്ടെയ്നറുകൾ ഉയർത്തി കരയിൽ കയറ്റി. തുറന്ന നിലയിൽ കാണപ്പെട്ട കണ്ടെയ്നറിൽ പോളി എത്തലിനാണ് ഉണ്ടായിരുന്നത്. തകരാറിലായ കണ്ടെയ്നറുകളും തീരത്തടിഞ്ഞ മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന TNT സാൽവേജ് കമ്പനിയുടെ പ്രതിനിധികളും കൊല്ലത്ത് എത്തി. ഇവരുടെ നേതൃത്വത്തിൽ തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിക്കുന്നതിനായി കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. രാസദുരന്ത പ്രവർത്തനത്തിൽ വൈദഗ്ധ്യം നേടിയ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘവും കൊല്ലത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് അവാർഡ് ലഫ്റ്റനന്റ് കേണൽ A. ഷീജയ്ക്ക് സമ്മാനിച്ചു. കരുനാഗപ്പള്ളി തുറയിൽ കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സിവിൽ ജഡ്ജ് ആര്യ റാഫിയാണ് കൈമാറിയത്.
കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നേഴ്സസ് അവാർഡാണ് സമ്മാനിച്ചത്. ലഫ്റ്റനന്റ് കേണൽ എ ഷീജയ്ക്കാണ് അവാർഡ് നൽകിയത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സിവിൽ ജഡ്ജ് ആര്യ റാഫിയാണ് സമ്മാനിച്ചത്. ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് കേവലം ഒരു പുരസ്കാരത്തിന് ആതുര ശുശ്രൂഷ രംഗത്തിനപ്പുറം അതിനെ നിലവിലുള്ള ഇന്ത്യയുടെ സ്ഥിതിഗതികളുമായി ചേർത്ത് വെക്കുകയും അതിലെനിക്കും നിങ്ങൾക്കും പുരസ്കാരം കിട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തോന്നുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ പുരസ്കാരത്തിന്റെ പ്രത്യേക എല്ലാ പുരസ്കാരങ്ങളും നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഈ പുരസ്കാര സമർപ്പണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ആര്യക്ക് ഏറ്റവും ആദ്യം ഈ പുരസ്കാരം കൊടുക്കുമ്പോൾ നമ്മളുണ്ടാകും. ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളർന്നു വരികയാണ്, അഭിമാനമാണ്. എനിക്കും തോന്നുന്നു ഹണി ബെഞ്ചമിൻ എന്ന് പറയുന്ന പഴയ ഒരു ജഡ്ജ് ഇപ്പോൾ ഒരു ദിലീപിന്റെ കേസ് തീർക്കുകയാണ്. പണ്ടൊരിക്കൽ ഞാനും അവരും കൂടി ഒരു യോഗത്തിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ മകൾ ഇങ്ങനെ നിയമം പഠിക്കണമെന്ന് പറഞ്ഞു. എന്തോ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവളെ എന്നെ എൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയി. നമ്മൾ 1.5 മണിക്കൂർ സംസാരിച്ചു. 1.5 മണിക്കൂർ സംസാരത്തിന്റെ അവസാനം 8ാം ക്ലാസ്സുകാർ നിയമം പഠിക്കാൻ തീരുമാനിക്കുക. ബിജു തുറയിൽക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി TM ആൾഡ്രീൻ, പുഷ്പാങ്കദൻ, സിംലാൽ K രാജൻ, സുനിൽ ഭാർഗവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മഴ ശക്തമായതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. ഇതോടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. തെന്മല ഡാമിലും ജലനിരപ്പ് ഉയരുകയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് കിഴക്കൻ മലയോര മേഖല. തോരാതെ പെയ്യുന്ന മഴയിൽ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയാണ്. പല സ്ഥലങ്ങളിലും നദീതടങ്ങളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും കൃഷി വെള്ളത്തിനടിയിലായി. മഴ കനക്കുന്നതോടെ പുനലൂരിൽ അപകടങ്ങളും തുടർക്കഥയാകുന്നുണ്ട്. ഇതിനിടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നു. തെന്മല ഡാമിലെ ജലനിരപ്പും ഉയരുകയാണ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതോടെ മീൻ പിടിക്കാനും കുളിക്കാനുമായി നദികളിലേക്ക് എത്തുന്നവരുടെ എണ്ണവും ഉയരുന്നുണ്ട്. എന്നാൽ ഇത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദികളിൽ ഇറങ്ങുന്നത് സുരക്ഷിതമല്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കല്ലടയാറ്റിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഉയർന്ന നിരക്കിലാണ്. കാറും കോളും ഉയരുന്ന ആകാശം കണ്ണീർ മഴ സമ്മാനിക്കുമോ എന്നാണ് കല്ലടയാറ്റിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവരുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കപ്പൽ അപകടം. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടത്തിനനുസരണമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ധീവരസഭ. മത്സ്യബന്ധനം നടത്താൻ പോലും സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ധീവരസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഹാനികരമായ സമുദ്രത്തിൻ്റെ അവസ്ഥ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ വിലയിരുത്തിയും മത്സ്യസമ്പത്തിനുണ്ടാകുന്ന നഷ്ടം വിലയിരുത്തിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിലയിരുത്തിയും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ധീവരസഭ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി ദിനകരൻ, ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് ആവശ്യം ഉന്നയിച്ചത്. ഈ കപ്പലിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇല്ല. ഇപ്പോൾ 13 കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിച്ച് ചിലത് പൊട്ടി വന്നതിൽ തുണിത്തരങ്ങൾ, തേയില, പിന്നെ ന്യൂസ് പ്രിൻ്റ് അടക്കമുള്ള സാധനങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നടത്തണം. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ റൂൾസ് അനുസരിച്ചാണോ ഈ കപ്പൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അനുവദനീയമായ വസ്തുക്കളാണോ ഇതിൽ കയറ്റിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം, ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നില്ല, 20 നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല, ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരം നിയമാനുസരണം ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. കമ്പനിയുടെ സഹായം ലഭ്യമാകുന്നതുവരെ തൊഴിൽ രഹിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര താൽക്കാലിക സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ധീവരസഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ,
ആലപ്പുഴ. കാറിൽ കഞ്ചാവ് കടത്താൻ ശ്രമം. 3 സംഘം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിലായി. 13.5 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ആര്യങ്കാവിൽ കാറിന്റെ ബമ്പറിൽ കടത്താൻ ശ്രമിച്ച 13.5 കിലോ കഞ്ചാവുമായി കഞ്ചാവ് കേസിലെ പ്രതികൾ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിൽ. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് ബെല്ലാരി സുനിയും സംഘവും പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ ബമ്പറിൽ ഒളിപ്പിച്ച് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 13.5 കിലോ കഞ്ചാവ് പിടികൂടിയത്. കൊല്ലം കൊറ്റങ്കര മാമൂട് സ്വദേശി ബെല്ലാരി സുനി എന്നറിയപ്പെടുന്ന സുനിൽ, കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം താമസിക്കുന്ന പട്ടർ പ്രശാന്ത് എന്ന് വിളിക്കുന്ന പ്രശാന്ത്, തൃക്കരുവ ഇഞ്ചവിള സ്വദേശി രാജേഷ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. മൂവരും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ്. ആന്ധ്രയിൽ പോത്തുവ്യാപാരത്തിന്റെ മറവിലായിരുന്നു ബെല്ലാരി സുനിയുടെ കഞ്ചാവ് കച്ചവടം. മറ്റൊരു കഞ്ചാവ് കേസിൽ അടുത്തിടെയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ്, ടി ആർ മുകേഷ് കുമാർ, ആർ ജി രാജേഷ്, ഡി എസ് മനോജ് കുമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കാറിന്റെ ബമ്പറിനുള്ളിലാണ് കഞ്ചാവ് പൊതികളിലായിട്ട് സൂക്ഷിച്ചിരുന്നത്. മുൻ NDPS കേസുകളിലെ പ്രതികളായ ബെല്ലാരി സുനിയും കൂട്ടരും ഒരു വാഹനത്തിൽ വരുന്നത് കണ്ട സംശയം തോന്നി. ഈ വാഹനത്തിന്റെ നമ്പറിൽ തോന്നിയ ഒരു സംശയത്തിലാണ് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അത് പരിശോധനയ്ക്കായിട്ട് വിധേയമാക്കിയത്. ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ദിലീപിൻ്റെ നേതൃത്വത്തിൽ ഈ വാഹനം പരിശോധിച്ചതിൽ 13.5 കിലോയോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. പ്രതികൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നതായിരുന്നു. ഇവർക്ക് 3 പേർക്കും മുൻ NDPS കേസുകളിലെ പ്രതികളാണ്. 26.5 കിലോ കഞ്ചാവ് കേസിൽ ബെല്ലാരി സുനി ഇപ്പോൾ ജാമ്യത്തിൽ നേടി പുറത്തിറങ്ങിയതേയുള്ളൂ. മറ്റേ കൂട്ടുപ്രതികളായ പ്രശാന്തിനും രാജേഷിനും NDPS കേസുകളിൽ പ്രതിയായി ജാമ്യം നേടി നിൽക്കുന്നവരാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മരം വീണ് ആട്ടിൻകൂട് തകർന്നു. കൊല്ലം ചാത്തിനാംകുളത്താണ് സംഭവം. പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും സമീപത്ത് നിന്ന മരം കടപുഴകിയാണ് കൂടിന് മുകളിലേക്ക് വീണത്. ചാത്തനാംകുളം സ്വദേശി സിയാദ് കുട്ടിയുടെ പുരയിടത്തിലെ ആട്ടിൻകൂടാണ് തകർന്നത്. പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സമീപത്ത് നിന്ന മരം കടപുഴകി ആട്ടിൻകൂടിന് മുകളിലേക്ക് വീണത്. ഷെഡിലുണ്ടായിരുന്ന ആടുകൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാ സേന എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ പത്തനാപുരത്ത് മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടം. കമുകുഞ്ചേരി ചെന്നിലമൺ സ്വദേശി ശശിധരന്റെ വീടിന് മുകളിലാണ് മരം വീണത്. ശശിധരന്റെ തലയ്ക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിലാണ് മരം വീടിന് മുകളിലേക്ക് വീണത്. കമുകുഞ്ചേരി ചെന്നിലമൺ ചിഞ്ചു ഭവനത്തിൽ ശശിധരന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ശശിധരന്റെ തലയ്ക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് ശശിധരന്റെ വീടിന് മുകളിലേക്ക് സമീപ പറമ്പിലെ ആഞ്ഞിലിമരം കടപുഴകി വീണത്. സംഭവ സമയം ശശിധരനും ഭാര്യ സുജാതയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മേൽക്കൂര പൊളിഞ്ഞാണ് ശശിധരന് തലയ്ക്ക് പരിക്കേറ്റത്. പത്തനാപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ലോഡിംഗ് തൊഴിലാളിയാണ് ശശിധരൻ. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കുടുംബത്തിന് സംഭവിച്ചത്. വൈകിട്ട് 6:45 വീട്ടിൽ വന്ന് കയറിയ സമയത്താണ് സംഭവിക്കുന്നത്. വരാതെ എന്തോ വന്നും വീഴുന്നത്. ഞാൻ മേശയടുത്ത് നിൽക്കുമായിരുന്നു. ഞാൻ തലയിൽ വന്നും വീണ് തലയിൽ മുറിവുണ്ട്. ഇന്നത്തെ ഒരു വീടും അറിയത്തില്ല. ഞാനും വീട്ടുകാരെ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. വില്ലേജ് അധികൃതർ എത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ പിറവന്തൂർ പഞ്ചായത്തിൽ ചെന്നിലമൺ, കമുകുഞ്ചേരി, കിഴക്കേ ഭാഗം, ചേകം, എലിക്കാട്ടൂർ, കടക്കാമൺ, കറവൂർ, പുന്നല, കടശ്ശേരി പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശമുണ്ടായി. വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിച്ചു. KICB സെക്ഷൻ പരിധിയിൽ മിക്ക പ്രദേശങ്ങളിലും താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. അഞ്ചാലുമൂട് സ്വദേശി ഗിരീഷ്, കൊല്ലം കടപ്പാക്കട സ്വദേശി രാഹുൽ എന്നിവരാണ് പിടിയിലായത്. ഗിരീഷിൽ നിന്നും 34 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. അഞ്ചാലുമൂട് കാഞ്ഞാവള്ളി കച്ചികപുരം വീട്ടിൽ 26-കാരനായ ഗിരീഷ്, കൊല്ലം കടപ്പാക്കട വൃന്ദാവൻ നഗറിൽ തുണ്ടജികത്ത് വീട്ടിൽ 30-കാരനായ അമ്പു എന്ന് വിളിക്കുന്ന രാഹുൽ എന്നിവരാണ് MDMAയുമായി പിടിയിലായത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ ഗിരീഷിന്റെ നമ്പറിലേക്ക് നിരവധി തവണ ഫോൺ ചെയ്തതായി കണ്ടെത്തി.
ഗിരീഷിന്റെ ഫോൺ സൈബർ സെൽ നിരീക്ഷണം നടത്തി. ഇയാൾ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്നതായി സൈബർ പോലീസ് കണ്ടെത്തുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ പോലീസ് പരിശോധന ശ്രദ്ധയിൽപ്പെട്ട ഗിരീഷ് കൊല്ലത്തിറങ്ങാതെ പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. 34 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഗിരീഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് രാഹുലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഗിരീഷ് രാഹുലിന് കൈമാറാനാണ് MDMA കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. കടപ്പാക്കട സ്വദേശിയായ രാഹുൽ പരവൂർ പുഴിക്കരയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവിടെ നിന്നാണ് രാഹുലിനെ പിടികൂടിയത്. ബാംഗ്ലൂരിലുള്ള മറ്റൊരാളാണ് മയക്കുമരുന്ന് കൈമാറുന്നതെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഇയാളും ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന. പരവൂർ SHO ദീപു, SI സുരേഷ്, ഗ്രേഡ് SI പ്രദീപ്, CPOമാരായ അനൂപ്, ആദർശ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം പുന്നല പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വഞ്ചികളിലെ പണം അപഹരിച്ചു. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്ത നിലയിലാണ്. അത് എത്രയും പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട സാർമാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അതിന് നീതി കണ്ടെത്തി തരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളതും. പത്തനാപുരം പുന്നല പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിലിന്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടുകൾ തകർത്തായിരുന്നു മോഷണം. വഞ്ചികളിലെ പണവും അപഹരിച്ചു. ഈ ക്ഷേത്രത്തിലെ കഴിഞ്ഞ 28-ാം തീയതിക്ക് ശേഷമുള്ള നടവരവ് എന്ന് പറഞ്ഞാൽ വഞ്ചിയിൽ സമർപ്പിച്ച ചിലപ്പോൾ ഒരു പക്ഷേ സ്വർണമോ കുമളയോ കാര്യങ്ങളോ എല്ലാം അതിനകത്ത് നിക്ഷേപിക്കാറാണ് ഉള്ളത്. അത് തിരുമേനിയും പറഞ്ഞു അതിനകത്ത് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു തിരുമേനിക്ക് അറിയാവും ഏറ്റവും കൂടുതലും വഞ്ചിയിലെ വരവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പുള്ളിയും പറഞ്ഞു സാമ്പത്തികം നല്ല രീതിയിൽ അതിനകത്തുണ്ട്, ഞാനത് പിടിച്ച് പൊക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒറ്റയ്ക്ക്, അതുപോലുള്ള നിറവയിലുള്ള സാമ്പത്തികം പൈസ അതിനകത്തുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത്. രാവിലെ ക്ഷേത്ര മേൽശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് ഉൾപ്പെടെ നടന്നു വന്നതിനാൽ കാണിക്കവഞ്ചിയിൽ പണവും സ്വർണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. ദശാവതാര ചാർത്ത് സംബന്ധിച്ചിടത്തോളം നടവരവും സ്വർണവും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടതായിട്ടാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ശ്രീ പനങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദശാവതാര ചാർത്ത് 15ാമത് ദശാവതാര ചാർത്ത് അതിൻ്റെ ഉത്സവം നടന്നു കഴിഞ്ഞ് അപ്പോൾ കണക്കൊക്കെ അവതരിപ്പിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ മുൻകാലങ്ങളെക്കാട്ടി സാമ്പത്തികമായിട്ട് അമ്പലത്തിൽ മിച്ചം വന്നു. അപ്പം അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്ന 3 വഞ്ചികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരുമേനി ശാന്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 5:30 വന്നപ്പോഴാണ് തിരുമേനി വിളിച്ചാണ് എല്ലാവരും പേരും അറിയിച്ച്. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്, ഭാരവാഹികളും കമ്മിറ്റിക്കാരും എല്ലാം അറിയുന്നത്. അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ അവിടുന്ന് സാറൊക്കെ വന്ന് ഇവിടെ അന്വേഷിച്ച് എല്ലാ റിപ്പോർട്ടൊക്കെ എടുത്ത് പോയേക്കുവാണ്. കഴിഞ്ഞ ദിവസം പട്ടാഴി മേഖലയിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലയാളമുള്ള കാലത്തോളം നിലനിൽക്കുന്നവയാണ് ONVയുടെ കവിതകൾ. ഗാനമായാലും കവിതകളായാലും അവ മലയാളികളുടെ മനസ്സിലൂടെ ഒഴുകിപ്പരക്കുന്നു. ഇന്ന് പ്രിയ കവിയുടെ 94ാമത് ജന്മദിനമാണ്. ചവറയിലെ നമ്പ്യാടിക്കൽ തറവാട്ടിൽ ONVയെ അനുസ്മരിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഒത്തുചേർന്നു. കവി വി മധുസൂദനൻ നായരാണ് ONV സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളതായിരുന്നു ONV കവിതകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള കവിതകളായിരുന്നു ONVയുടേതെന്ന് കവി വി മധുസൂദനൻ നായർ പറഞ്ഞു. ONVയുടെ 94ാമത് ജയന്തി ദിനത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടന്ന ONV സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വശ്യമായ പ്രയോഗങ്ങൾ ONV കവിതകളിലുണ്ട്. എല്ലാ സൗന്ദര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും വാക്കിലൂടെ ജനതയുടെ സംസ്കാരത്തിന്റെ ആഴം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കവിയായിരുന്നു ONV എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പുലരേണ്ടതുണ്ട്. അത്രയ്ക്ക് അധികം വലിയ അക്ഷര പായസം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ എല്ലാവർക്കും, ഏറ്റവും കൊച്ചു കുഞ്ഞിനും അദ്ദേഹത്തിന്റെ കാവ്യരസം കൊടുത്തു. ഏറ്റവും വൃദ്ധനായുള്ളവനും കൊടുത്തു, യുവാവായുള്ളവനും കൊടുത്തു, ആബാലവൃദ്ധത്തിനും. ഞാൻ പറയാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകൾ ആദ്യം ഉണ്ടായത് എൻ്റെ കുഞ്ഞോർമ്മകളിൽ പുന്നരിവാളമ്പിളിയിൽ അമ്പിളിയമ്മാവ ഇതൊക്കെയാണ്. അന്ന് ഞാൻ കൊച്ചെന്ന് പറഞ്ഞാൽ തീരെ കൊച്ച്, കഷ്ടിച്ച് അര നിക്കറിട്ട് നെയ്യാറ്റിങ്കര അമ്പലത്തിന്റെ മുമ്പിൽ ഓടിക്കളിക്കുമ്പോൾ അവിടുത്തെ ഗ്രാമഫോണിൽ കൂടെ കേട്ട പാട്ട്, ആ പാട്ടുകൾ അതേത് കവിയുടെ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഏറ്റുപാടുമായിരുന്നു. കുട്ടിയായിരുന്ന എൻ്റെ ഉള്ളിൽ അന്ന് ഒരു പാട്ടോർമ്മ ഉണർത്തിയത്
ഈ കവിയായിരുന്നു. ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ONVയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിച്ച് പുഷ്പാർച്ചന നടത്തി. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, വികാസ് ബാബു, GS സരിത, D സുനിൽകുമാർ, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GR സുരേഷ് കുമാർ, കലാസരിത് സാംസ്കാരിക സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള, സെക്രട്ടറി K ജയകൃഷ്ണൻ, ഗിരീഷ് മുഖത്തല, ജോസഫ് വിൽസൺ, ആസാദ് ആശീർവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ ONV സ്മൃതി പുരസ്കാരം V മധുസൂദനൻ നായർക്കും ശ്രീകുമാർ മുഖത്തലയ്ക്കും തിരക്കഥാകൃത്തും സ്മാരക കമ്മിറ്റി ചെയർമാനുമായ അനിൽ മുഖത്തല നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര ഗ്രാമപഞ്ചായത്തിന് തകർച്ച. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ACP ഷീറ്റ് വർക്കുകൾ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് ഷീറ്റ് വർക്കുകൾ തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ACP ഷീറ്റ് വർക്കുകൾ തകർന്നു വീണത്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനോടൊപ്പമുള്ള ACP ഷീറ്റ് വർക്കാണ് റോഡിലേക്ക് തകർന്നു വീണത്. രാവിലെ 7 മണിയോടെ റോഡിലൂടെ പോയ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് വലിയ ശബ്ദത്തോടെ ഷീറ്റ് വീണത്. വാഹനത്തിനും വാഹനത്തിലുണ്ടായിരുന്നയാളിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ യാത്രക്കാർ കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയ്യത്ത്, വാർഡ് അംഗം G പ്രദീപ് കുമാർ, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് കൃഷ്ണകുമാർ എന്നിവരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈബീരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ മാറ്റി തുടങ്ങി. ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിരോധനം. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ പടർന്നിട്ടുണ്ടോ എന്ന് ആശങ്ക. കാറിൽ കഞ്ചാവ് കടത്താൻ ശ്രമം. ഉന്നത സംഘം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിൽ. 13.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ശക്തമായ മഴയും കാറ്റും. പത്തനാപുരത്ത് മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടം. ഗൃഹനാഥന് പരിക്കേറ്റു. കാറ്റിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തകർച്ച. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ACP ഷീറ്റ് വർക്കുകൾ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് ഷീറ്റ് വർക്കുകൾ തകർന്നു വീണത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.